ഇനി നമുക്ക് നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം ഇതാണ്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി, തെറ്റെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതാണ്. ദ കോൺഗ്രസ് ഡിക്ലെയർഡ് ദ അറ്റൈൻമെന്റ് ഓഫ് സ്വരാജ് ബൈ ഓൾ ലെജിറ്റിമേറ്റ് ആൻഡ് പീസ്ഫുൾ മീൻസ് ടു ബി ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തേത് ഇതാണ്. ഇറ്റ് വാസ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ സ്റ്റേജസ് വിത്ത് സിവിൽ ഡിസൊബീഡിയൻസ് ആൻഡ് നോൺ പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ് ഓൺലി ഇഫ് സ്വരാജ് ഡിഡ് നോട്ട് കം വിത്ത് ആൻ ഇയർ ആൻഡ് ദ ഗവൺമെന്റ് റിസോർട്ടഡ് ടു റിപ്രഷൻ. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നോക്കുകയാണ്, ഒരു കാര്യം മനസ്സിലാക്കും. ഈ 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അതെന്തുകൊണ്ടാണ് ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാകുന്നത്? ഇതിൽ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1920 നാഗ്പൂർ സെക്ഷൻ, അതായത് കോൺഗ്രസിൻ്റെ 1920 നാഗ്പൂർ സെക്ഷൻ്റെ ഒബ്ജക്റ്റുകളിലൊന്നായിരുന്നു എന്ത്? സെൽഫ് റൂൾ അല്ലെങ്കിൽ സ്വരാജ് അറ്റൈൻ ചെയ്യുക. എങ്ങനെ? ത്രൂ ദ പീസ്ഫുൾ ആൻഡ് ലെജിറ്റിമേറ്റ് ഇതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് 1920 നാഗ്പൂർ സെക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളിലൊന്നായിരുന്നു. അല്ലെങ്കിൽ അത് ഫോർമലി ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളിലൊന്നായിരുന്നു സ്വരാജ് അല്ലെങ്കിൽ സെൽഫ് റൂൾ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി നമ്മൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുകയാണ്. ഇംപ്ലിമെൻറ്റഡ് ഇൻ സ്റ്റേജസ് ആണോ? 1ാമത്തെ സ്റ്റേജുകൾ എന്തായിരുന്നു? 1ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ബോയ്ക്ക് ഓഫ് ടൈറ്റിൽസ്, ബ്രിട്ടീഷ് സ്കൂളുകൾ ബോയ്ക്കോട്ട് ചെയ്യുക, കോളേജുകൾ ബോയ്ക്കോട്ട് ചെയ്യുക, ലോ കോർട്സ് ബോയ്ക്കോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫോറിൻ ഗുഡ്സ്, ഇങ്ങനെയുള്ള ബ്രിട്ടീഷ് സാധനങ്ങളെല്ലാം ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു 1ാമത്തെ സ്റ്റേജ്. ഇനി അടുത്ത സ്റ്റേജ് ഇത് സിവിൽ ഡിസൊബീഡിയൻസിലേക്ക് ഇവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സസിലേക്കൊക്കെ പോവുക. എപ്പോൾ? ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് സ്വരാജ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന അടുത്ത സ്റ്റേജസിലേക്ക് പോവുക. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റഡ് ഇൻ സ്റ്റേജസ് ആണോ? ആണ്, ഇംപ്ലിമെൻറ്റഡ് ഇൻ സ്റ്റേജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് പറയാം. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ കുറച്ച് രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങൾ നാറ്റോയിൽ അംഗമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാജ്യങ്ങൾ ഇതൊക്കെയാണ്: ഓസ്ട്രിയ, ബൾഗേറിയ, ക്രൊയേഷ്യ, സെർബിയ, സ്വീഡൻ, നോർത്ത് മാസിഡോണിയ. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്കൊരു 6 രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവയിൽ എത്ര രാജ്യങ്ങൾ നാറ്റോയിൽ അംഗങ്ങളാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ 1ാമത്തെ രാജ്യമാണ് ഓസ്ട്രിയ. നമുക്ക് 2ാം ലോകമഹായുദ്ധം കഴിയുന്നു. 2ാം ലോകമഹായുദ്ധം കഴിയുന്നതോടുകൂടി ഇനി ഒരു മിലിറ്ററി അലയൻസിനുമില്ല. താങ്കൾ ഒരു മിലിറ്ററി ന്യൂട്രാലിറ്റിയാണ് ഇനി മുതൽ കീപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിലും അംഗമാകാതെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡ് അന്ന് മുതൽ പാലിച്ചു പോരുന്ന രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം. ബൾഗേറിയ നാറ്റോയിൽ ഒരു അംഗമാണ്. 2004 ബൾഗേറിയ നാറ്റോയിൽ അംഗമായത്. അതുപോലെ തന്നെ ക്രൊയേഷ്യയും നാറ്റോയിലൊരു അംഗമാണ്. 2009 ക്രൊയേഷ്യ നാറ്റോയിൽ അംഗമായത്. ഇനി ഇതേപോലെ തന്നെയാണ് സെർബിയയുടെ കാര്യം. സെർബിയ നമ്മുടെ ഓസ്ട്രിയ പറയുന്നത് പോലെ തന്നെ അവരും ഈ പറയുന്നത് പോലെ ഒരു മിലിറ്ററി അലയൻസിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല. അവരും ഒരു മിലിറ്ററി ന്യൂട്രാലിറ്റിയാണ് അവരും കീപ്പ് ചെയ്ത് പോകുന്നത്. അതിന് പിന്നിൽ വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 1999 നാറ്റോ ബോംബിംഗ് ഒക്കെ ഉണ്ട്. സെർബിയയുടെ മുകളിൽ നടത്തുന്ന നാറ്റോ ബോംബിംഗ് ഒക്കെ അതിന് പിന്നീട് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ കൊണ്ട് സെർബിയയും നാറ്റോയിൽ അംഗമാകാനായിട്ട് തീരുമാനിച്ചില്ല. അവരൊരു മിലിറ്ററി ന്യൂട്രലായിട്ട് തന്നെയാണ് നിലനിന്ന് പോരുന്നത്. പിന്നീടുള്ള 2 രാജ്യങ്ങൾ സ്വീഡൻ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ വർഷം, അതായത് 2024 സ്വീഡൻ, നമുക്കറിയാം വാർത്തകളിലൊക്കെ വലിയ രീതിയിൽ ഇടം നേടിയൊരു വാർത്തയായിരുന്നു സ്വീഡൻ നാറ്റോയിൽ അംഗമായത്. അപ്പോൾ 2024 സ്വീഡൻ നാറ്റോയിൽ അംഗമായത്. പിന്നെയുള്ളത് നോർത്ത് മാസിഡോണിയയും 2020 നാറ്റോയിൽ അംഗമായ രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിൽ എത്ര രാജ്യങ്ങൾ നാറ്റോയിൽ അംഗമാണ്? ഇതിൽ 4 രാജ്യങ്ങൾ നാറ്റോയിൽ അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് നമ്മുടെ 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 13ാമത്തെ ചോദ്യം ഇതാണ്. കൺസിഡർ ദ ഫോളോവിങ് കൺട്രീസ്. നമുക്കിവിടെ കുറച്ച് രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിൽ കൂടിയാണ് ആൻഡീസ് മലനിരകൾ കടന്നു പോകുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ എന്താണ് ആൻഡീസ് മലനിരകൾ എന്ന് പറയുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെൻ്റൽ മൗണ്ടൻ റേഞ്ചാണ് ആൻഡീസ് എന്ന് പറയുന്നത്. ആൻഡീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ എഡ്ജ്. ഏതൊക്കെ രാജ്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്? 7 രാജ്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വെനിസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു, ബൊളീവിയ, ചിലി ആൻഡ് അർജന്റീന. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ ബൊളീവിയയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? ഉണ്ട്, ബൊളീവിയയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്.
ബ്രസീലിലൂടെയോ? ബ്രസീലിൽ കൂടെ കടന്നു പോകുന്നില്ല. പിന്നീടുള്ളത് കൊളംബിയ. കൊളംബിയയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ദെൻ ഇക്വഡോർ. ഇക്വഡോറിലൂടെയും പോകുന്നുണ്ട്. പരാഗ്വേ കൂടെ കടന്നു പോകുന്നുണ്ടോ? പരാഗ്വേ കൂടെ കടന്നു പോകുന്നില്ല. അവസാനമായിട്ടുള്ളത് വെനിസ്വേല. വെനിസ്വേലയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? വെനിസ്വേലയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എത്ര രാജ്യങ്ങളിൽ കൂടെ ആൻഡീസ് മലനിരകൾ കടന്നു പോകുന്നുണ്ട്? 4 രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ഓൺലി 4 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകും. 14ാമത്തെ ചോദ്യം ഇതാണ്. കൺസിഡർ ദ ഫോളോവിങ് വാട്ടർ ബോഡീസ്. നമുക്കിവിടെ 3 വാട്ടർ ബോഡികൾ തന്നിട്ടുണ്ട്. അതിൽ ഏതെല്ലാം വാട്ടർ ബോഡികളിൽ കൂടിയാണ്, അല്ലെങ്കിൽ എത്ര വാട്ടർ ബോഡികളിൽ കൂടി ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ട്, അല്ലെ ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ എന്താണെന്നുള്ളത് പറയാം. നമുക്ക് പ്രധാനമായിട്ടും 3 തടാകങ്ങളിലൂടെയാണ് നമ്മുടെ ഇക്വേറ്റർ, അല്ലെ ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ലേക്ക് വിക്ടോറിയ ഉണ്ട്, ലേക്ക് എഡ്വേർഡ് ഉണ്ട്, അതുപോലെ തന്നെ ടക്കാനിക്ക പറയുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ടക്കാനിക്കയുടെ നോർത്തേൺ ടിപ്പ് ഭൂമധ്യരേഖയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് പകുതി സോഴ്സുകൾ പറയുമ്പോൾ, പകുതി സോഴ്സുകൾ പറയും ഇല്ല, അത് വളരെ ക്ലോസ് ആയിട്ടാണ് കടന്നു പോകുന്നത്, അത് മുട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഉത്തരമായിട്ട് എയ്തർ ഓപ്ഷൻ എ വരും, അല്ലെങ്കിൽ ഡി വരും. അതുപോലെ ഇനി ഈ ലേക്ക് ടോൺലെ സാപ്പ് ഉണ്ടല്ലോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലേക്കാണ്. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഈ ടോൺലെ സാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിനായിട്ടുള്ള ഉത്തരമായിട്ട് വരിക എയ്തർ എ ആയിരിക്കും, അല്ലെങ്കിൽ ഡി ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ഓക്കെ, അത് നമുക്ക് ആൻസർ കീ വരുമ്പോൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചിലപ്പോൾ ഈ പറയുന്ന ഉത്തരങ്ങളൊക്കെ ചിലപ്പോൾ മാറിപ്പോയായിരിക്കാം ആൻസർ കീ വരുന്ന സമയത്ത്. ഇത് നമുക്കൊരു എന്താ പറയുക, ആൻസർ ആകാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ മാത്രമാണ്. ഇത് ഡെഫിനറ്റ്ലി ഇത് തന്നെ ആയിരിക്കണം ആൻസർ എന്ന് ഞാൻ ഒരിടത്തും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 15ാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദി എവിഡൻസസ് ഓഫ് ദ ഫിനോമിനൻ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്. നമുക്കൊരു 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിനെ സാധൂകരിക്കുന്ന തെളിവുകളെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇതിനകത്ത് 1ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ദ ബെൽറ്റ് ഓഫ് ഏൻഷ്യൻ റോക്സ് ഫ്രം ദ ബ്രസീൽ കോസ്റ്റ് മാച്ചസ് വിത്ത് ദോസ് ഫ്രം വെസ്റ്റേൺ ആഫ്രിക്ക. ഇത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു പോയിന്റുകളിലൊന്നാണ്. അത് നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് പറയുന്ന ഇതാണ്. ദ ഗോണ്ട്വാന സിസ്റ്റം ഓഫ് സെഡിമെന്റ്സ് ഫ്രം ഇന്ത്യ ഈസ് നോൺ ടു ഹാവ് ഇറ്റ്സ് കൗണ്ടർ പാർട്സ് ഇൻ 6 ഡിഫറെൻറ്റ് ലാൻഡ് മാസ് ഓഫ് സൗത്തേൺ ഹെമിസ്ഫിയർ. ഇതും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം വരുന്നത് ഈ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ്. ദ ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് ഗാന ആർ ഡെറൈവ്ഡ് ഫ്രം ബ്രസീൽ പ്ലേറ്റു വെൻ ദ 2 കോണ്ടിനെൻറ്റ്സ് ലേ സൈഡ് ബൈ സൈഡ്. പക്ഷേ ഇതിനെ പ്രൂവ് ചെയ്യുന്ന ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസുകളൊന്നുമില്ല. പക്ഷെ അതേസമയം തന്നെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ ഗാനയിൽ ലോക്കലായിട്ടുള്ള മിനറലുകൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഗോൾഡ് രൂപപ്പെട്ടു വരുവാനുള്ള ആ ഒരു തരത്തിലുള്ള ശിലാരൂപങ്ങളൊന്നും അല്ല അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പറയാനായിട്ടുള്ള ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇവ രണ്ടും അടുത്തുണ്ടായിരുന്നത് കൊണ്ട് എന്നാണ് തിയററ്റിക്കലായിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കുക. എന്നാൽ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എവിഡൻസുകൾ നമുക്കില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക 1, 2 ആൻഡ് 3 ആയിരിക്കും. സി ആയിരിക്കും വരിക. ബട്ട് ഈ പറയുന്നത് പോലെ തന്നെ ചിലപ്പം 1 ആൻഡ് 3 ആകാനും ചാൻസ് ഉണ്ട്. അതതിൻ്റെ ആൻസർ കീ വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് വരും. മോസ്റ്റ് പ്രോബബ്ലി 1, 2 ആൻഡ് 3 ആയിരിക്കും. എന്നാൽ ഒരു പക്ഷേ 1 ആൻഡ് 3 ആകാനുള്ള ചാൻസും ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മളിപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ദ ഗോണ്ട്വാന സിസ്റ്റം ഓഫ് സെഡിമെന്റ്സ് ഫ്രം ഇന്ത്യ ഈസ് നോൺ ടു ഹാവ് ഇറ്റ്സ് കൗണ്ടർ പാർട്സ് ഇൻ 6 ഡിഫറെൻറ്റ് ലാൻഡ് മാസ് ഓഫ് ദ സൗത്തേൺ ഹെമിസ്ഫിയർ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു കാലത്ത് ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്നു. അങ്ങനെ വേർപെട്ട് വന്നതാണ് നമ്മുടെ ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഏതൊക്കെ ഇവിടെ ആഫ്രിക്ക പറയാം, അന്റാർട്ടിക്ക പറയാം, ഓസ്ട്രേലിയ പറയാം, മഡഗാസ്കർ പറയാം, ഫോക്ലൻഡ് ഐലൻഡ് പറയാം, അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക പറയാം. അപ്പോൾ ഇവയൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയണേ, ഈ ടൈറ്റിൽ ഡെപ്പോസിറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാം. പക്ഷേ ഞാനിപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ ഗാനയുടെ കാര്യം എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. അപ്പം അത് മാത്രം ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല. ചിലപ്പം സി ആയിരിക്കാം, 1, 2 ആൻഡ് 3 ആയിരിക്കാം, അല്ലെങ്കിൽ 1 ആൻഡ് 3 ആയിരിക്കാം.